ബോളിവുഡ് സിനിമാ ചരിത്രത്തിലെ ഏറ്റവും മികച്ച വനിതാ അഭിനേത്രികളിൽ ഒരാളായിരുന്നു പ്രിയങ്കരിയായ നൂതൻ. ഭാരതീയ മഹിളാ സങ്കല്പങ്ങളുടെ ഉത്തമ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ താരമായിരുന്നു നൂതൻ. വളരെ സൗന്ദര്യവതിയും ആകർഷകരമായ ചിരിയും നൂതനെ ഏറെ വ്യത്യസ്തയാക്കി. യാഥാസ്ഥിതികമായ നൂതന്റെ അഭിനയം പ്രേക്ഷക ജനങ്ങൾ, ചലച്ചിത്ര ആസ്വാദകർ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. തന്റെ സിനിമാ കരിയറിൽ ഏകദേശം 4 പതിറ്റാണ്ട് നീണ്ടുനിന്ന തന്റെ സിനിമാ കരിയറിൽ 70-ൽ പരം ഹിന്ദി സിനിമകളിൽ നൂതൻ അഭിനയിച്ചു പേരും പ്രശസ്തിയും നേടി. പ്രിയങ്കരായ നമ്മുടെ ചലച്ചിത്ര താരങ്ങളെയും സംഗീത സംവിധായകരെയും സംഗീതത്തെക്കുറിച്ചുമുള്ള പീപ്പിളിമു ഒരുക്കുന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സംഗീതാസ്വാദകരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 1936 ജനുവരി 4-ന് മഹാരാഷ്ട്രയിലെ ഒരു ബ്രാഹ്മണ കുടുംബത്തിലെ കുമാർ സെൻ എന്ന ചലച്ചിത്ര സംവിധായകന്റെയും ചലച്ചിത്ര താരമായ ശോഭന സമ്പത്തിന്റെയും മൂത്ത മകളായി നൂതൻ ജനിച്ചു. നൂതന് 2 സഹോദരികളും ഒരു സഹോദരനുമുണ്ടായിരുന്നു. സഹോദരികൾ പ്രശസ്ത ചലച്ചിത്ര താരമായ തനുജയും ചതുര ജയദേവ്, അദ്ദേഹം സംവിധായകനാണ്. ഇതിൽ തനുജ നൂതന്റെ ഡയറക്ട് സിസ്റ്റർ അല്ല, നൂതന്റെ അമ്മയുടെ 2ാം വിവാഹത്തിലുണ്ടായ മകളാണ് തനുജ. തനുജയുടെ മകളാണ് പ്രശസ്ത ചലച്ചിത്ര താരം കാജോൾ. നൂതന്റെ ബാല്യത്തിൽ അവരുടെ കുടുംബം ബാംഗ്ലൂരിലേക്ക് താമസം മാറി. നൂതന്റെ സ്കൂൾ വിദ്യാഭ്യാസം ബാംഗ്ലൂരിലായിരുന്നു. അവിടെ സേക്രഡ് ഹാർട്ട് കോൺവെന്റിലായിരുന്നു നൂതന്റെ സ്കൂൾ ജീവിതം ആരംഭിച്ചത്. ഏകയായി മാറണമെന്നായിരുന്നു അഭിലാഷമെങ്കിലും അത് സാധ്യമായില്ല. മഹാരാഷ്ട്രയിലേക്ക് കുടുംബസമേതം താമസം മാറിയപ്പോൾ പണ്ഡിറ്റ് ജഗന്നാഥ് പ്രസാദിൽ നിന്നും ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചു നൂതൻ. ഇതിലേക്ക് വന്ന നൂതൻ ബോംബെയിലെ താജ് ഹോട്ടലിൽ ക്ലാസിക്കൽ ഡാൻസും ഒപ്പം ക്ലാസിക്കൽ ഗാനങ്ങളും തന്റെ ബാല്യത്തിൽ അവതരിപ്പിച്ചു ജനശ്രദ്ധയെ ആകർഷിച്ചു. നൂതന് കേവലം 8 വയസ്സുള്ളപ്പോഴാണ് അവരുടെ ചലച്ചിത്ര രംഗപ്രവേശനം. ഹമാരെ ബേട്ടി എന്ന സിനിമയിലൂടെ ബാലതാരമായാണ് നൂതൻ തന്റെ സിനിമാ ജീവിതം ആരംഭിച്ചത്. നൂതന് 14 വയസ്സുള്ളപ്പോൾ നൂതന്റെ മാതാവായ ശോഭന നിർമ്മിച്ച് ശോഭന തന്നെ സംവിധാനം നിർവഹിച്ച ഒരു സിനിമയിൽ അക്കാലത്തെ പ്രശസ്ത താരമായ മോത്തിലാലിനോടൊപ്പം നൂതൻ അഭിനയിച്ചുവെങ്കിലും ആ സിനിമ വൻ പരാജയമായിരുന്നു. എങ്കിലും നൂതന്റെ ആ ഒരു അഭിനയ പാടവം അല്ലെങ്കിൽ നൂതന്റെ പെർഫോമൻസ് ബോളിവുഡിലെ ഫിലിം മേക്കേഴ്സ് ഏറെ ശ്രദ്ധിച്ചു. തുടർന്ന് നൂതന് വൻ അവസരങ്ങളായിരുന്നു ലഭിച്ചത്. 1950-ൽ ഇറങ്ങിയ ഹംഗാമ എന്ന ചിത്രവും 1951-ൽ റിലീസ് ചെയ്ത് നഗീനയും 1954-ൽ ഇറങ്ങിയ ഷബാബ് എന്ന സിനിമയിലൂടെ നൂതൻ ഹിന്ദി സിനിമാ ലോകത്തെ അവിഭാജ്യ ഘടകമായി മാറുവാനായി അത് സഹായിച്ചു. ആ ഒരു കാലഘട്ടത്തിലെ പ്രശസ്ത താരങ്ങളായ അശോക് കുമാർ, രാജ് കപൂർ, ബോളിവുഡ് സൂപ്പർ സ്റ്റാർ ഷെമി കപൂർ, ആ ഒരു കാലഘട്ടത്തിലെ കൗബോയ് എന്നറിയപ്പെട്ടിരുന്ന ദേവാനന്ദ്, രാജേന്ദ്രകുമാർ ഉൾപ്പെടെ ആ കാലഘട്ടത്തിലെ എല്ലാ നായകന്മാർക്കൊപ്പം നായികയായി ബോളിവുഡിൽ തിളങ്ങുകയായിരുന്നു നൂതൻ. ആ ഒരു കാലഘട്ടത്തിൽ നൂതൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് നമ്മുടെ ട്രാജഡി കിങ്ങായ ദിലീപ് കുമാർ സാബിന്റെ കൂടെ ഒരു സിനിമയിൽ അഭിനയിക്കണമെന്നാണ്. അങ്ങനെ ഒരു അവസരമുണ്ടായി. ഷിക്കുവ എന്നൊരു സിനിമയിൽ ദിലീപ് കുമാർ സാറുമൊത്ത് നൂതൻ അഭിനയിച്ചു. ഗംഭീര സിനിമയായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ ചിത്രം റിലീസായില്ല. നൂതൻ അതൊരു വലിയൊരു ഖേദം തന്നെയായി മാറി. ട്രാജഡി കിങ് ദിലീപ് കുമാറിനോടൊപ്പം അഭിനയിക്കുക എന്നുള്ള നൂതന്റെ ആഗ്രഹം അത് സഫലമായത് പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ കർമ്മ എന്നൊരു സിനിമയിൽ ഇരുവരും ഒത്തുചേർന്നു. ദിലീപ് കുമാർ സാബിന്റെയും നൂതന്റെയും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു കർമ്മയിൽ. 1951-ൽ
അതീവ സുന്ദരിയായ നൂതന് ഒരു കോൺടെസ്റ്റിൽ പങ്കെടുത്ത് മിസ് ഇന്ത്യയിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. അന്ന് ജൂറി അംഗങ്ങൾ പറഞ്ഞത് നൂതന്റെ ചിരിയാണ് നൂതന്റെ ഹൈലൈറ്റ് എന്ന്. നൂതനോളം നല്ല ഭംഗിയുള്ള ചിരിയുള്ള മറ്റൊരു നായികയെ പിൽക്കാലത്ത് ബോളിവുഡ് കണ്ടിട്ടില്ലെന്ന് അക്കാലത്തെ പല സംവിധായകരും പറയുകയുണ്ടായി. താരം നൂതൻ ഇന്ത്യൻ നേവിയിലെ ലഫ്റ്റനന്റ് കമാൻഡർ രജനീഷ് ബഹലിനെ വിവാഹം കഴിച്ചു. ഒരു മകനുണ്ടായി, മോനിഷ് ബഹൽ. അദ്ദേഹം ഇപ്പോൾ ചലച്ചിത്ര സംവിധായകനാണ്. വിവാഹം കഴിഞ്ഞ ആ വേളയിൽ സ്വിറ്റ്സർലാൻഡും സിംഗപ്പൂരിലുമായി കുറച്ചു കാലം നൂതൻ കഴിഞ്ഞു. വാസം കഴിഞ്ഞു വന്ന നൂതൻ ദേവാനന്ദിനോടൊപ്പം നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിച്ചു. അവയിൽ പ്രധാനപ്പെട്ടതാണ് പേയിങ് ഗസ്റ്റ്, തെരേ ഘർ കെ സാമനെ. മുഹമ്മദ് റഫി സാഹിബിന്റെ അതിമനോഹരമായ ഗാനം, ലതാജിയുടെ ഒപ്പം ഉള്ള ഡ്യുവറ്റും, അത്ര മനോഹരമായ ഗാനങ്ങൾ കോർത്തിണക്കിയ നിരവധി സിനിമകളിൽ ഈ ജോഡികൾ അഭിനയിച്ചു. ഒരു പുതിയ ട്രെൻഡ് തന്നെ സൃഷ്ടിക്കുകയായിരുന്നു ബോളിവുഡിൽ. ബോളിവുഡിലെ എല്ലാ നായകന്മാരോടൊപ്പം നൂതന് അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ്. സുനിൽ ദത്തിന്റെ കൂടെ സുജാത, ഖാൻദാൻ, മിലൻ, മെഹർബാൻ എന്നീ സിനിമകളിൽ നൂതൻ അഭിനയിച്ചു. ഈ സിനിമകളെല്ലാം തന്നെ വളരെയധികം പ്രേക്ഷക ശ്രദ്ധ നേടിയതും ബോളിവുഡിലെ സൂപ്പർ ഹിറ്റ് സിനിമകളുമാണ്. ധർമ്മേന്ദ്രയോടൊപ്പം അഭിനയിച്ച ബന്ദിനി, ദിൽനെ ഫിർയാദ് കിയ, ദുൽഹൻ ഏക് രാത്, ഈ സിനിമകളെല്ലാം വളരെയധികം വിജയം വരിച്ച സിനിമകളായിരുന്നു. കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ടേ അമിതാഭ് ബച്ചൻ നൂതൻ എന്ന താരത്തിന്റെ ഒരു കടുത്ത ആരാധകനായിരുന്നു. അദ്ദേഹം ദില്ലി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് സ്കൂട്ടറിൽ വരവെ അദ്ദേഹം നോക്കുമ്പോൾ റോഡ് കുറുകെ കിടക്കുകയായിരുന്നു നൂതനും ഭർത്താവ് രജനീഷ് ബഹലും. അദ്ദേഹം ആ സൗന്ദര്യം ആസ്വദിച്ച് പെട്ടെന്ന് വണ്ടിയുടെ നിയന്ത്രണം വിട്ട് ഒരു ചെറിയ അപകടമുണ്ടായെന്ന് പറയപ്പെടുന്നു. പിൽക്കാലത്ത് സൗദാഗർ പോലുള്ള സിനിമകൾ അവർ ഒന്നിച്ച് അഭിനയിച്ചപ്പോൾ ബച്ചൻ ഈ വിവരം പറഞ്ഞ് അവരിരുവരും പൊട്ടിച്ചിരിക്കുമായിരുന്നു. ധാരാളം പുരസ്കാരങ്ങൾ ലഭിച്ച ഒരു താരമായിരുന്നു നൂതൻ. ഫിലിംഫെയർ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ നൂതന് ലഭിക്കുകയുണ്ടായി. 1957 സീമ എന്ന ചിത്രത്തിന് നൂതന് ഏറ്റവും മികച്ച നടിക്കുള്ള ഫിലിംഫെയർ അവാർഡ് ലഭിച്ചു. 1960 സുജാത എന്ന മൂവിയിലെ പ്രകടനത്തിനും 1961 ഷാലി എന്ന മൂവിയിലെ പ്രകടനത്തിനും 1964 ബന്ദിനി എന്ന മൂവിയിലെ അഭിനയത്തിനും 1974 സൗദാഗർ എന്ന സിനിമയിലെ ഗംഭീര പ്രകടനത്തിനും 1979 റിലീസ് ചെയ്ത മേ തുളസി തേരി ആങ്കിൻ കി എന്ന സിനിമയിലെ അഭിനയത്തിനും നൂതന് ഏറ്റവും മികച്ച നടിക്കുള്ള ഫിലിംഫെയർ അവാർഡ് ലഭിക്കുകയുണ്ടായി. 1974 ഇന്ത്യയിലെ 4ാമത്തെ ഏറ്റവും ഉയർന്ന സിവിലിയൻ അവാർഡായ പത്മശ്രീയും നൂതന് ലഭിക്കുകയുണ്ടായി. പ്രശസ്ത ചലച്ചിത്ര താരം, അഭിനയ പ്രതിഭ സഞ്ജീവ് കുമാറും നൂതനും തമ്മിലുള്ള പ്രണയം ബോളിവുഡിൽ അക്കാലത്ത് ഒരു ചർച്ചാ വിഷയം തന്നെയായിരുന്നു. 1970 ഇറങ്ങിയ ഷൂട്ടിംഗ് ആരംഭിച്ച ദേവി എന്ന സിനിമയിൽ ഇരുവരും ഒത്തുചേർന്നപ്പോൾ സഞ്ജീവ് കുമാറിനോട് നൂതന് കൂടുതൽ താല്പര്യം തോന്നുകയും, കാര്യം അദ്ദേഹം ഒരു മഹാനായ ഒരു പ്രതിഭയായിരുന്നു. അദ്ദേഹത്തിന്റെ അഭിനയ രീതിയും അദ്ദേഹത്തിന്റെ പെരുമാറ്റ രീതിയിലും ഏറെ ആകർഷവതിയായ നൂതൻ സഞ്ജീവ് കുമാറിനോട് പ്രണയം തോന്നുകയായിരുന്നു. സഞ്ജീവ് കുമാറിനും തിരിച്ചും നൂതനോട് പ്രണയമായിരുന്നു. പക്ഷേ നൂതൻ വിവാഹിതയായിരുന്നല്ലോ. അതുകൊണ്ട് ആ പ്രണയം അത് മറ്റൊരു വിവാഹത്തിലേക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. മാത്രമല്ല, നേവൽ ചീഫ് കമാൻഡറായ രജനീഷ് ബഹൽ എന്ന നൂതന്റെ ഭർത്താവ് ഈ പ്രണയത്തിന്റെ കാര്യം അറിഞ്ഞുകൊണ്ട് വളരെയധികം രോഷാകുലനാകുകയും നൂതനെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തെന്നാണ് ബോളിവുഡ് വാർത്തകളിലൂടെ ഞാൻ അറിഞ്ഞത്. അങ്ങനെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഒരു ദിവസം എന്നെ സാഹചര്യമുണ്ടായത് സഞ്ജീവ് കുമാർ തന്നെ നൂതന്റെ ഭർത്താവിന് ഫോൺ ചെയ്ത് എന്തോ പറഞ്ഞു. പിരിയാമെന്നുള്ള രൂപത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ നൂതൻ അത് വളരെയധികം ചുടിപ്പിച്ചു.
അങ്ങനെ ഒരു സിനിമയുടെ സെറ്റിൽ സഞ്ജീവ് കുമാറിന് നൂതൻ മർദ്ദിക്കുകയായിരുന്നു എന്ന് പറയുന്നു. പിന്നീട് ഇരുവരും ഒരു സിനിമയിലും ഒന്നിച്ചു അഭിനയിച്ചില്ല. അതൊരു വലിയ വാർത്ത തന്നെയായിരുന്നു. നൂതൻ സഞ്ജീവ് കുമാറായിട്ടുള്ള പ്രണയം അവസാനിപ്പിച്ചുകൊണ്ട് ഭർത്താവും കുഞ്ഞുമായി തന്നെ ജീവിതം തുടർന്നു. നൂതന്റെ ജീവിതത്തിൽ മറ്റൊരു വലിയൊരു ട്രാജഡിയാണ് ഉണ്ടായത്. അതായത് നൂതന്റെ അമ്മ ചലച്ചിത്ര താരമായ ശോഭന സമ്രാട്ട് നൂതന്റെ സ്വത്തുക്കളെല്ലാം അന്യാധീനപ്പെടുത്തി കൈവശം വെക്കുകയും അതിനെ ചൊല്ലി നൂതൻ ബോംബെ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു. അമ്മയും മകളും തമ്മിൽ നിരവധി വർഷങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു ബന്ധവുമില്ലാതെ തുടർന്നു. ഒടുവിൽ മറ്റു പലരുടെയും ഇടപെടലുകൾ മൂലം ആ കേസ് കോംപ്രമൈസ് ചെയ്തു. അവരുടെ അവസാന നാളുകളിൽ അധികം കാലം അമ്മയും മകളും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാതെ തുടർന്നു പോന്നു. 1990 സ്തനാർബുദം നൂതനെ വേട്ടയാടി. 1991 ഗരാഞ്ചന ഇൻസാനിയത്ത് എന്ന തന്റെ ചിത്രങ്ങളുടെ ചിത്രീകരണം നടക്കവേ വളരെയധികം ക്ഷീണിതയായ നൂതനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 1991 ഫെബ്രുവരി മാസം 21-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് താൻ തീർത്ത കലാസംസ്കാരത്തോട് പ്രിയങ്കരിയായ നൂതൻ യാത്ര പറഞ്ഞു. പ്രതിപാദനയായ ചലച്ചിത്ര താരം നൂതനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.